ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ, അതായത് ഞങ്ങളുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലൊക്കെ വെള്ളപ്പൊക്കം അതിരൂക്ഷമായിരുന്നു. ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ്. ഞങ്ങളുടെ ഇവിടെയും വെള്ളപ്പൊക്കത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും പമ്പയാറൊക്കെ ഇങ്ങനെ കരകവിഞ്ഞൊഴുകിയപ്പം എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ പാല് വാങ്ങാനായിട്ട് ഇവിടെ അടുത്തൊരു വീട്ടിലേക്ക് വന്നത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ചേച്ചിയുടെ വീടാണ്. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ട് പുറകിലത്തെ കണ്ടാണ് ഈ കാണുന്നത്. ഈ കണ്ടത്തിൽ കൂടാണ് വെള്ളം വരാറ് സാധാരണ. അവരുടെ ഈ ഗേറ്റിൻ്റെ പടി വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വീട്ടിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ തിരിച്ചു പോവാണ്. ഇവിടെ 4 ദിവസമായി കറണ്ട് ഇല്ല. ഇത് 4ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് എല്ലാം തന്നെ എമർജൻസി ലൈറ്റ് കത്തിച്ചു വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ വെള്ളം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. മഴവെള്ളം പിടിച്ചാണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത്. ഇന്നും കൂടി കറണ്ട് വന്നില്ലെങ്കിൽ ഞങ്ങളുടെ എമർജൻസി ലൈറ്റും ഒക്കെ നിന്ന് പോകും. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇന്ന് കറണ്ട് വരണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഉച്ചക്കത്തേക്ക് ആയിട്ട് രാവിലെ തന്നെ ഞാനൊരു മുട്ടക്കറി ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ കറണ്ട് ഇല്ലാത്ത, ബാക്കിയുള്ള ഏരിയയിലൊക്കെ കറണ്ട് ഉണ്ട്. ഞാൻ ഈ മുട്ടക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ തന്നെ വളരെ സർപ്രൈസിംഗ് ആയിട്ട് കറണ്ട് എത്തി. അങ്ങനെ കറണ്ട് എത്തിയ സന്തോഷത്തിൽ ഞാൻ പെട്ടെന്ന് പോയി കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇന്നൊരു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പത്തനംതിട്ടക്കാർക്ക് എന്ന് സന്തോഷം ഉണ്ടെങ്കിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ചിക്കൻ കറിയും ഫ്രൈഡ് റൈസ്. ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് കുറേ കമൻറ്റുകൾ വരാറുണ്ട്. ഞാൻ നിങ്ങളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ മാത്രം ഒരു സ്പെഷ്യലാണ്. എനിക്ക് തോന്നുന്നു കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ളവരും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെന്ന്. എന്നാലും ഞാൻ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ. ഇത് ഞാൻ പലതവണ കാണിച്ച റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിന് ചോറും വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കനും വറുത്തെടുക്കുന്നുണ്ട്. ഈ ചിക്കൻ വറുത്തെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ചിക്കൻ കറി അഴുക്കാവില്ല. എനിക്ക് പിന്നെ ഈ നോൺ വെജുകളൊക്കെ, അതായത് മീനും ചിക്കനും ബീഫും ഒന്നും ഈ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല. എന്നാലും നിവൃത്തിയില്ലെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഈ ചിക്കൻ കറി ഒന്ന് വറുത്തുണ്ടാക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ചീത്തയാവില്ല. ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള ഉള്ളിയും കാഷ്യൂനട്ടും കിസ്മിസും പിന്നെ ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇതിനിടയിൽ 2 പ്രാവശ്യം കറണ്ട് പോകുകയും വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒന്ന് കട്ടാകുന്നുണ്ട്. അപ്പോൾ ഞാനത് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായിട്ട് വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാനാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെയും കറണ്ട് പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ എമർജൻസി ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നത്. പിന്നെ ചിക്കൻ കുക്കായിട്ട് വന്നപ്പോൾ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ ചിക്കൻ കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രൈഡ് റൈസ് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം റൈസ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്തെടുത്ത ക്യാരറ്റ്, ബീൻസ്, ഫ്രൈഡ് ഓനിയൻ, പിന്നെ കാഷ്നട്ട്, കിസ്മിസ്, പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ചോറും അതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ബാക്കി എല്ലാ ഐറ്റംസും ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലാണെങ്കിൽ 1 ടീസ്പൂൺ ആണെങ്കിൽ നെയ്യും കൂടി ചേർത്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും പപ്പടവും പിന്നെ നാരങ്ങ അച്ചാറും ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു തൈര് സലാഡും കൂടി ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഈ മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ജലദോഷമൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് തൈര് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം.